بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വചനമൊഴിഞ്ഞ ആരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ലയെന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ത്യാഗപൂർണമായ പ്രബോധന വീതി എന്ന് പറയുമ്പോൾ ഒരു ശരാശരി മുജാഹിദുകാരൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ചില രംഗങ്ങളുണ്ട്. അയാൾ ഈ പ്രബോധനത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒറ്റപ്പെടുത്തലുകളും ബഹിഷ്കരണങ്ങളും മാനസിക സംഘർഷങ്ങളും ഒരു മുജാഹിദുകാരൻ്റെ മനസ്സിൽ ഓർമ്മ വരും. സാധാരണയായി പ്രബോധന വീതിയിലെ ത്യാഗം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു സംഭവം ഓർമ്മ വരാറുണ്ട്. എൻ്റെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വേരോടി വരുന്ന സമയത്ത് അധികം ആളുകളൊന്നുമില്ല. എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാൽ കല്ലേറ് കൊള്ളാതെ പോകാൻ പറ്റില്ല എന്നൊരവസ്ഥ ഉള്ള സമയത്ത്
ഒരു മുജാഹിദുകാരൻ മരിച്ചു. 85-90 വയസ്സുള്ള ഒരു മുജാഹിദുകാരൻ മരിച്ചു. അയാളുടെ മയ്യത്ത് കട്ടിലുമായി അദ്ദേഹത്തിൻ്റെ മക്കൾ പള്ളിക്കാട്ടിലേക്ക് നടന്നുപോയി. സ്വാഭാവികമായും മുജാഹിദുകൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുദ്രാവാക്യം വിളിക്കാറില്ല. മുജാഹിദുകൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുദ്രാവാക്യത്തിൻ്റെ അകമ്പടി ഉണ്ടാവാറില്ല. ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മയ്യത്തുമായി അദ്ദേഹത്തിൻ്റെ മക്കൾ പള്ളി ഖബർസ്ഥാനിലേക്ക് നടന്നു പോയ സമയം ആ പള്ളിയുടെ മുന്നിൽ വലിയൊരാൾക്കൂട്ടം, ഏകദേശം ഒരു 100-500 ആളുകളോളം വരുന്ന ഒരു വലിയൊരാൾക്കൂട്ടം. ഈ ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ 2-3 ആളുകൾ നേതാക്കന്മാരായി നിൽക്കാൻ. അവർക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ ഈ ചുമന്ന് കൊണ്ടുവരുന്നവൻ മുസ്ലിമല്ല. നിങ്ങൾ ഈ ചുമന്ന് കൊണ്ടുവരുന്നവൻ ഷഹാദത്ത് നെഞ്ചിലേറ്റിയവനല്ല. നിങ്ങൾ ഈ ചുമന്ന് കൊണ്ടുവരുന്നവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയല്ല. നിങ്ങൾ ഈ ചുമന്ന് കൊണ്ടുവരുന്നവൻ മുസ്ലിമീങ്ങൾ കിടക്കുന്ന പള്ളിക്കാട്ടിൻ്റെ അകത്തളങ്ങളിൽ കിടക്കാൻ അർഹതയുള്ളവനല്ല. അതുകൊണ്ട് തന്നെ പവിത്രവും പരിശുദ്ധവുമായ ഈ പള്ളിക്കാട്ടിൻ്റെ അകത്തേക്ക് ഈ മനുഷ്യൻ്റെ മയ്യത്ത് കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കണ്ടുനിന്ന ദൃക്സാക്ഷികൾ പറയുന്നു, മയ്യത്ത് കട്ടിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന മക്കൾ അവരുടെ മുന്നിൽ യാചിച്ചു, അവരുടെ മുന്നിൽ കെഞ്ചി പറഞ്ഞു. ഞങ്ങൾ ചോദിക്കുന്നത് 6 അടി മണ്ണാണ്. മരിച്ച മനുഷ്യന് കൊടുക്കാൻ മുസ്ലിമല്ലാത്ത ഗവൺമെൻറ് പോലും തയ്യാറാകുന്ന 6 അടി മണ്ണാണ് ഞങ്ങളുടെ വാപ്പാക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ പള്ളിയിലെ കമ്മിറ്റി സ്ഥാനം ചോദിക്കുന്നില്ല. നിങ്ങളുടെ പള്ളിയിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഖുതുബ പറയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഈ മയ്യത്ത് ഇവിടെ മറമാടിക്കഴിഞ്ഞ് ഞങ്ങൾ എവിടേക്കെങ്കിലും നാട് വിട്ടു പോയിക്കൊള്ളാം. പക്ഷേ ഞങ്ങളുടെ പിതാവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം പോലും നിങ്ങൾ നിഷേധിക്കരുത്, അത് തെറ്റാണ് എന്ന് കരഞ്ഞു പറഞ്ഞ ആ മക്കളുടെ വാക്കുകൾക്ക് മുന്നിൽ അലിയാത്ത ധാർഷ്ട്യവുമായി യാഥാസ്ഥിതിക ജനത അവിടെ തന്നെ നിന്നു. അവസാനം ആ മനുഷ്യർ, ആ മക്കൾ ആ പിതാവിൻ്റെ മയ്യത്തുമേന്തിക്കൊണ്ട് വീട്ടുവളപ്പിലേക്ക് കടന്നു വന്നു. വീട്ടുവളപ്പിൽ ഖബർ കുഴിച്ചുകൊണ്ട് ആ ഖബറിൻ്റെ അകത്തേക്ക് മയ്യത്ത് വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണ് വാരിയിട്ട് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ എന്ന തസ്ബീത്തിന്റെ ധ്വനികൾ മുഴക്കുന്ന സമയത്ത് ആ തസ്ബീത്തിന്റെ മൊഴികൾ വീടിന്റെ മതിൽ തളങ്ങൾ തുളച്ചു കയറി അകത്തേക്ക് കടന്നപ്പോൾ സകല നിയന്ത്രണവും വിട്ടുകൊണ്ട് ആ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് പുറത്തേക്ക് ഓടിപ്പോയ ഭാര്യയുടെയും മക്കളുടെയും ചരിത്രം പറയാനുണ്ട് ഈ പ്രബോധകർക്ക്. ഈ പ്രബോധന വീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ചു സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്ക്. ഏത് വിഭാഗത്തിനാണ്, കേരളത്തിലുള്ള ഏത് വിഭാഗത്തിനാണ് മരിച്ചു കഴിഞ്ഞാലുള്ള 6 അടി മണ്ണ് പോലും നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്? മരിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഖബർസ്ഥാൻ പോലും നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്? എനിക്ക് പ്രബോധനത്തിൻ്റെ വീതിയിലെ ത്യാഗമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഓർമ്മ വരുന്ന ചില രംഗങ്ങളാണ്. അതുപോലെ ഈ പ്രബോധനം കേരള സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം അത് അനിതര സാധാരണമാണ്. അതിവിടെ പറയാൻ ഒരു പക്ഷേ നമ്മുടെ സമയം തികയില്ല. എങ്ങനെയാകണം ഒരു മുസ്ലിമിൻ്റെ പ്രബോധനം? എങ്ങനെയാകണം ഒരു മുസ്ലിമിൻ്റെ ഉപദേശം? നമ്മൾ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ള എന്താ അറിയോ? പ്രബോധനം എന്ന് പറഞ്ഞാൽ കടിച്ചു കീറലാണെന്നാണ്, മറ്റോനെ ചീത്ത പറയലാണെന്നാണ്, മറ്റോനെ താറടിക്കലാണെന്നാണ്. ആണോ? നമ്മുടെ ചില ആളുകൾക്കുള്ള സ്വഭാവം സഹോദരങ്ങളെ കണ്ടാൽ അറം പറ്റിപ്പോവും. എന്തൊരു സ്വഭാവമാണ്! ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് കുറേ മുന്നേ വൈറ്റിലെ പള്ളി ഉണ്ടല്ലോ, എറണാകുളം വൈറ്റിലെ പള്ളിയെക്കുറിച്ച് ഒരുപാട് കേട്ടു അദ്ദേഹം. അങ്ങനെ കേട്ട് അദ്ദേഹത്തിന് വല്ലാത്ത പൂതി. എന്താണ്? ആ വൈറ്റിലെ പള്ളിയുടെ അടുത്തൊരു വീടെടുക്കണം, എന്നിട്ട് അവിടെ താമസിക്കണം എന്ന് അദ്ദേഹത്തിന് വല്ലാത്ത പൂതി. അങ്ങനെ അയാൾ അവിടെ വീടെടുത്തത്രേ. എന്നിട്ട് അവിടെ താമസം തുടങ്ങി. 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞ് ഒരു അസ്ർ നമസ്കാരത്തിന് ശേഷം അയാൾ ആ പള്ളിയിലിരിക്കുന്ന സമയത്ത് എനിക്കറിയുന്ന പരിചയമുള്ള ഒരാൾ അയാൾക്ക് കൈ കൊടുത്തു. അസ്സലാമു അലൈക്കും, എവിടെയാ നിങ്ങൾ? അയാൾ ആദ്യം പറഞ്ഞ മറുപടി എന്താ അറിയോ? അൽഹംദുലില്ലാ അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. അൽഹംദുലില്ലാ അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. ഈ പരിചയക്കാരൻ ചോദിച്ചു, അതെന്താടോ? സലാം പറഞ്ഞാൽ സലാം അടക്കല്ലേ വേണ്ട? സലാം പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്നാണോ പറയുന്നത്?
ആ മനുഷ്യൻ പറഞ്ഞു, 5 വർഷമായി ഞാൻ ഈ പള്ളിയിൽ വരാൻ തുടങ്ങിയിട്ട്, 5 വർഷമായി ഞാൻ ഈ പള്ളിയിൽ വരാൻ തുടങ്ങിയിട്ട് ഞാൻ നോക്കുകയായിരുന്നു, ആരെങ്കിലും ഒരാൾ എന്നെ മൈൻഡ് ചെയ്യുമോ, ആരെങ്കിലും ഒരാൾ എവിടെ നിന്നാണ് നിങ്ങൾ, എവിടെയാണ് നിങ്ങൾ താമസം എന്ന് ചോദിക്കുമോ എന്ന് ഞാൻ നോക്കുകയായിരുന്നു, ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് വരെ സലാം അലൈക്കും സലാം അലൈക്കും സലാം അലൈക്കും എന്ന് പറഞ്ഞ ഒരു സലാം എറിഞ്ഞു പിടിപ്പിക്കലല്ലാതെ ഒരു മനുഷ്യൻ പോലും എവിടെയാണ് നിങ്ങൾ, എവിടെയാണ് താമസിക്കുന്നത്, എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കാനുള്ള സന്മനസ് ഒരാൾക്ക് പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്രയാ മനുഷ്യൻ. എന്നിട്ട് അയാൾ എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചു വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞത്ര. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആദർശപരമായി പൊരുത്തമില്ലാത്ത ആളെ കണ്ടാൽ മുഖം ചുളിച്ചുകൊണ്ട് സലാം പോലും പറയാതെ ആദർശപരമായി പൊരുത്തമില്ലാത്ത ആളുകളോട് കഠിനകഠോരമായി പെരുമാറുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അതിൽ നിന്ന് ഇന്ന് ഒരുപാട് കഴിച്ചിലായിട്ടുണ്ട്. അല്ല, എത്രത്തോളം ദുരന്തങ്ങൾ. ചില ആളുകളുടെ സ്വഭാവം കണ്ടിട്ട് ആളുകളെ ആദർശം തന്നെ മനസ്സിലാക്കണില്ല. ചില ആളുകളുടെ സ്വഭാവം കണ്ടിട്ട് ഓനല്ല മുജാഹിദല്ലേ, നമുക്കറിയാം, അങ്ങനെ ആവരുത്. ഒരു പ്രബോധകൻ എന്താ അല്ലാഹ് പറഞ്ഞത്? ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഒരു പ്രബോധകൻ്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഹിക്മത്ത്. ഒരാളെ കണ്ടാൽ പുഞ്ചിരിക്കാനുള്ളൊരു മനസ്സ്, ഒരാളെ കണ്ടാൽ സലാം ചെല്ലാനുള്ളൊരു മനസ്സ്, ഒരാളെ കണ്ടാൽ അവനുമായി പരിചയപ്പെടാനുള്ളൊരു മനസ്സ്. ഒന്ന് പുഞ്ചിരിച്ചാലോ, ഒന്ന് സലാം പറഞ്ഞാൽ എന്താ നമുക്ക് നഷ്ടപ്പെടുക? എന്താ ഇത്ര പാട് നഷ്ടപ്പെടാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു സലാം പറച്ചിൽ കൊണ്ട്, ഒരു ലോക്യം പറച്ചിൽ കൊണ്ട് പലതും നേടാനുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ പലതും നമുക്ക് നേടാനുണ്ടാകും. ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ അനുഭവം വാട്സപ്പിൽ എഴുതിയത് ഓർക്കുകയാണ്. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് ആ ഗേറ്റിൻ്റെ പുറത്തുള്ള പാറാവുകാരനൊന്ന് വിഷ് ചെയ്യും. എപ്പോഴും അദ്ദേഹത്തെ വിഷ് ചെയ്യും. ആരും മൈൻഡ് ചെയ്യാത്ത ആ പാറാവുകാരനെ. ഒരു ദിവസം ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്ക് കയറി -°C ഫ്രീസറിൻ്റെ അകത്ത് കയറി എന്തോ നന്നാക്കാൻ വേണ്ടി, എന്തോ ശരിയാക്കാൻ വേണ്ടി. ആ സമയത്ത് പുറമെ നിന്ന് ഡോറ് ലോക്കായി, തുറക്കാൻ കഴിയില്ല. -°C ഉള്ളിൽ നിന്നൊന്നും ചെയ്യാനും സാധിക്കില്ല. ഏകദേശം 1/4 മണിക്കൂർ 20 മിനിറ്റ് അയാൾ അതിൻ്റെ ഉള്ളിൽ നിന്നു. അയാളുടെ കാലുകൾ തെറിക്കാൻ തുടങ്ങി, ഐസാവാൻ തുടങ്ങി. മരണത്തോട് ഏകദേശം മുഖാമുഖം നിൽക്കുന്ന സമയം. ഓഫീസ് പൂട്ടി കമ്പനിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും വീട്ടിൽ പോകാനുള്ള, റൂമിൽ പോകാനുള്ള സമയമായി. ആ സമയത്ത് പെട്ടെന്നൊരു മനുഷ്യൻ വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന ഉടനെ ഈ എഞ്ചിനീയർ അയാളുടെ ശരീരത്തിലേക്ക് ആഞ്ഞു വീണു. ഈ മനുഷ്യൻ അയാളെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബോധം വന്നപ്പോൾ ഇയാൾ തിരിച്ചു ചോദിച്ചു, എന്തായിരുന്നു ഈ നട്ടപ്പാതിരാക്ക് നിങ്ങൾക്ക് അവിടെ പണി? എഞ്ചിനീയർ ചോദിച്ചു. ഞാൻ മരിക്കുമായിരുന്നു, എൻ്റെ ജീവിതം അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ആ തക്ക സമയത്ത് നിങ്ങൾ അവിടെ വന്ന് വാതിൽ തുറന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ പാറാവുകാരൻ പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ എന്നോട് സലാം പറഞ്ഞിരുന്നു. എന്നെ ആരും ഇവിടെ മൈൻഡ് ചെയ്യാറില്ല. പല മുതലാളിമാരും ഇവിടെ വന്ന് പോകാറുണ്ട്. ഞാൻ ആ ഗേറ്റിൻ്റെ പുറത്തിങ്ങനെ പാറാവുകാരനായി നിൽക്കുന്നല്ലാതെ ആരും എന്നെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങളെപ്പോഴും എന്നെ വിഷ് ചെയ്തു, നിങ്ങളെപ്പോഴും എന്നോട് സലാം പറഞ്ഞു, എന്നോട് കുശലാന്വേഷണങ്ങൾ നടത്തി. അങ്ങനെ നടത്തിക്കൊണ്ടായിരുന്നു നിങ്ങൾ ഉള്ളിലേക്ക് കടന്നത്. ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും, നിങ്ങൾ സാധാരണ പുറത്തേക്ക് പോകേണ്ട സമയം കഴിഞ്ഞിട്ടും പുറത്തേക്ക് വരാതായപ്പോൾ ഞാൻ ഒരു യാദൃച്ഛികമായ രീതിയിൽ ആ ഫ്രീസർ ഒന്ന് തുറന്നു നോക്കിയതാണ് എന്നാ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഈ എഞ്ചിനീയർ പൊട്ടിക്കരഞ്ഞത്രേ. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സലാം അല്ലേ? അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. പ്രവാചകൻ എന്താ നബിയെക്കുറിച്ച് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത്? എന്താ? സൂറത്തുൽ ആല ഇംറാനിലൂടെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. വല്ലാത്തൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് പ്രവാചകരെ താങ്കൾ. വല്ലാത്ത മഹനീയമായ പ്രകൃതത്തിൻ്റെ ഉടമയാണ് പ്രവാചകരെ താങ്കൾ. താങ്കളുടെ ഹൃദയമെങ്ങാനും കുടുസായിരുന്നെങ്കിൽ, താങ്കളുടെ ഹൃദയമെങ്ങാനും പാവപ്പെട്ടവനെയും
അശരണരെയും ഉൾക്കൊള്ളാൻ മാത്രമുള്ള വിശാലതയില്ലാത്തതായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റിലും കൂടിയിരുന്ന ആളുകൾ എന്നേ പറന്നു പോയേനെ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ പ്രവാചകരെ. അല്ലാഹ് അഭിനന്ദിക്കുകയാണ്, അല്ലാഹുവിന്റെ അനുമോദനമാണ്, പടച്ചതമ്പുരാന്റെ പ്രശംസയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്യാഗപൂർണമായ പ്രബോധനത്തിന്റെ വീതിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമായി പഠിക്കാനുള്ള ബാലപാഠമാണത്. കല്ലേറുകൾ കൊണ്ട് പ്രതികരിക്കാതെ, കൂക്കുവിളികൾ കൊണ്ട് പ്രതികരിക്കാതെ, മുഖം ചുളിക്കലുകൾ കൊണ്ട് പ്രതികരിക്കാതെ, തെറിവിളികൾ കൊണ്ട് പ്രതികരിക്കാതെ, സമാധാന ചിത്തരായി ശാന്തിയുടെ പ്രതീകങ്ങളായി യഥാർത്ഥരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി പ്രബോധന വീതിയിൽ തുടരാൻ നാം ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് നുബുവത്ത് ലഭിച്ച് ആ നുബുവത്തിന്റെ ബേജാറിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മൂടിപ്പുതച്ച് കിടക്കുന്ന സമയം അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. അല്ലയോ മൂടിപ്പുതച്ച് കിടക്കുന്നവനെ, എഴുന്നേൽക്കുക, പ്രബോധനത്തിന്റെ വീതിയിലേക്ക് കാലെടുത്ത് വെക്കുക, നിന്റെ പുതപ്പ് മാറ്റുക, വസ്ത്രം ശുദ്ധീകരിക്കുക, അല്ലാഹുവിന് തക്ബീർ മുഴക്കുക, എന്നിട്ട് പരസ്യ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിച്ചെല്ലുക. ഈ ആജ്ഞയനുസരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പരസ്യ പ്രബോധനത്തിനിറങ്ങിയപ്പോ അന്ന് വരെ ഉണ്ടായിരുന്ന പ്രവാചകന്റെ സൽപേരങ്ങ് നഷ്ടമായി. അന്ന് വരെ ഉണ്ടായിരുന്ന പ്രവാചകന് ലഭിച്ചിരുന്ന സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ബന്ധങ്ങൾ നഷ്ടമായി. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും അപഹസിക്കാനും പരിഹസിക്കാനും വിമർശിക്കാനും ബഹിഷ്കരിക്കാനും തുടങ്ങിയ വല്ലാത്ത സന്ദർഭം, കല്ലേറുകളും കൂക്കുവിളികളും മാത്രം രാവും പകലും ഏൽക്കേണ്ടി വന്ന വല്ലാത്ത സന്ദർഭങ്ങള്, മക്കയിൽ നിന്ന് വിഷമം അനുഭവിക്കാൻ സാധിക്കാതെ, മക്കയിൽ നിന്നുള്ള കഷ്ടപ്പാട് സഹിക്കാൻ സാധിക്കാതെ തായിഫിലേക്ക് പലായനം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലേക്ക് പോയ സമയം, ആ തായിഫിന്റെ മണലാരണ്യത്തിൽ അല്പം സമാധാനം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്പം ഒന്ന് ശാന്തി പ്രതീക്ഷിച്ചുകൊണ്ട് തായിഫിലേക്ക് കടന്നുപോയ പ്രവാചകൻ, ആ പ്രവാചകനെ തായിഫിന്റെ ആളുകൾ സ്വീകരിച്ചത് എങ്ങനെയാണ്? എപ്രകാരമാണോ മക്കയിലുള്ള ജനങ്ങൾ പ്രവാചകനെ ഉപദ്രവിച്ചത്, എപ്രകാരമാണോ മക്കയിലുള്ള ജനങ്ങൾ പ്രവാചകനെ ബഹിഷ്കരിച്ചത്, എപ്രകാരമാണോ മക്കയിലുള്ള ജനങ്ങൾ പ്രവാചകനെ കൂക്കുവിളിച്ചത്, എപ്രകാരമാണോ മക്കയിലുള്ള ജനങ്ങൾ പ്രവാചകനെ തെറി വിളിച്ചത്, എപ്രകാരമാണോ മക്കയിലുള്ള ജനങ്ങൾ പ്രവാചകന്റെ ആഭിജാത്യത്തെ ചീത്ത പറഞ്ഞത്, എപ്രകാരമാണോ മക്കയിലുള്ള ജനങ്ങൾ പ്രവാചകനെ മാരണക്കാരനെന്ന് മുദ്രകുത്തിയത്, അതിനേക്കാൾ ബീഭത്സമായ രീതിയിൽ, അതിനേക്കാൾ ഭീകരമായ രീതിയിൽ തായിഫിന്റെ മണലാരണ്യത്തെ പോലും പൊട്ടിക്കരയിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, കല്ലേറുകൾ ഏറ്റുവാങ്ങുകയാണ്, കൂക്കുവിളികൾ ഏറ്റുവാങ്ങുകയാണ്. ആ പ്രയാസങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങി ശരീരത്തിൽ രക്തം വാർന്നൊലിച്ച് വിയർത്ത് കുളിച്ച് കണ്ണുനീര് കവിൾത്തടങ്ങളിലൂടെ ചാലിട്ടൊഴുകി ധാരധാരയായി ഒഴുകി, ആരോരും സാന്ത്വനത്തിനില്ലാതെ, ആരോരും സമാധാനത്തിലില്ലാതെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതോ ഒരു ജൂതന്റെ മുന്തിരിത്തോട്ടത്തിൽ ഒറ്റക്കിരുന്നു കൊണ്ട് കരയുന്ന സമയം, സാന്ത്വനത്തിന് ആളുകളില്ലാതെ ജൂതന്റെ മുന്തിരിത്തോട്ടത്തിൽ ഒറ്റക്കിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്ന സമയം, അല്ലാഹുവിന്റെ മാലാകമാർ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, കരയരുത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, കരയരുത് നബിയേ, താങ്കൾ ഒരു സമ്മതം മൂളിയാൽ, ഒരു വാക്കിന്റെ സമ്മതം കൊണ്ട് താങ്കളൊന്ന് മൂളിയാൽ, തായിഫിന്റെ രണ്ട് ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന മാമലകൾക്കിടയിൽ വെച്ച് ഈ സിവിലൈസേഷനെ, ഈ നാഗരികതയെ മുഴുവനും നശിപ്പിച്ചു കളയാം പ്രവാചകരെ എന്ന് പറഞ്ഞ ആ മലക്കുകളോട് പ്രവാചകന്റെ മറുപടി എന്തായിരുന്നു? അല്ലാഹുമ്മ ഗഫിർ ലഹും, അല്ലാഹുമ്മ ഗഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ. നാഥാ പുറത്തു കൊടുക്കണേ അല്ലാ, നാഥാ മാപ്പ് നൽകണേ അല്ലാ, അറിവില്ലാത്തവരാണ് റബ്ബേ, വിവരമില്ലാത്തവരാണ് റബ്ബേ, ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രത്യാഘാതത്തെ കുറിച്ച് ബോധമില്ലാത്തവരാണല്ല, അതുകൊണ്ട് അവർക്ക് മാപ്പ് നൽകണേ അല്ല, അവർക്ക് വിട്ടുവീഴ്ച നൽകണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ്
ആധുനികത സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത കോലത്തിലുള്ള മനുഷ്യത്വത്തിന്റെ പാഠം പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ അനുയായികൾ ഇന്ന് പ്രബോധന വീതിയിൽ ഇറങ്ങുന്നത് എന്തിനാണ്? പരസ്പരം പോരടിക്കാനാണ്, പരസ്പരം താറടിക്കാനാണ്, പരസ്പരം ചവറുകൾ വലിച്ചെറിയാനാണ്. എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, പ്രബോധനത്തിന്റെ വീതിയിൽ വിമർശനങ്ങളേക്കുന്ന സമയത്ത് ആ വിമർശനത്തെ പൂമാലയായി സ്വീകരിക്കാൻ, പ്രബോധനത്തിന്റെ വീതികളിൽ കല്ലേറുകൾ ഏൽക്കുന്ന സമയത്ത് ആ കല്ലേറുകളെ അനുമോദനങ്ങളായി സ്വീകരിക്കാൻ, പ്രബോധനത്തിന്റെ വീതികളിൽ പരിഹാസങ്ങൾ ഏൽക്കുന്ന സമയത്ത് ആ പരിഹാസങ്ങളെ പൂച്ചെണ്ടുകളായി സ്വീകരിക്കാൻ ഏത് കാലഘട്ടത്തിലാണോ ഞാനും നിങ്ങളും തയ്യാറാകുന്നത്, ആ കാലഘട്ടത്തിലാണ് നാവ് കൊണ്ടുരുവിടുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാക്കിന്റെ അനന്യവും അനുപമവുമായ അർത്ഥം ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ രൂഢമൂലമാക്കിയ വിശ്വാസിയായി നാം മാറുകയുള്ളൂ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്നുതിർന്നു വീണ വചനങ്ങളിലൂടെ ദീന് പഠിച്ച സഹാബത്ത് നെഞ്ചിലേറ്റിയ ഒരു ആദർശമുണ്ട്. ആ സഹാബത്ത് നെഞ്ചിലേറ്റിയ പ്രബോധനത്തിന്റെ വീതികളിൽ കാത്തു സൂക്ഷിച്ച ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രത്തിൽ നിന്ന് വഴുതി പോകാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. കല്ലേറുകളെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച ആ രീതിശാസ്ത്രത്തിൽ നിന്ന് വഴുതി പോകാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. അങ്ങനെ വഴുതിപ്പോയതാണ് 75% പ്രബോധനങ്ങളുടെയും പരാജയത്തിന് കാരണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പരിപാടി കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു പരിപാടി കഴിഞ്ഞാൽ എന്താ പറയുക? നമ്മളിന്ന് എന്താ പറയുക? നല്ലോണം കൊടുത്തിക്കണ് അല്ലേ? നല്ലോണം കൊടുത്തിക്കണ്. സുന്യാക്കും കൊടുത്തിക്കണ്, ജമാഅത്തിനും കൊടുത്തിക്കണ്, തബ്ലീഗിനും കൊടുത്തിക്കണ്, മറ്റോൽക്കും കൊടുത്തിക്കണ്, മറിച്ചോൽക്കും കൊടുത്തിക്കണ്, നല്ലോണം കൊടുത്തിക്കണ്, തൃപ്തി ആയിക്കണം അല്ലേ? ഇതാണോ പ്രബോധനം? അല്ല, പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രമല്ല. പിന്നെ എന്ത് പറയുമ്പോൾ നോക്കിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വെട്ടിത്തുറന്ന് പറയേണ്ട സമയത്ത് വെട്ടിത്തുറന്ന് പറയും വേണം. എന്നാലോ വ്യക്തികളെ ചവറലക്കി വെറുതെ ബോറാക്കണോ? അത് വേണ്ടെന്നാലും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ രീതിയല്ല. ഈ പ്രബോധനത്തിൻ്റെ ത്യാഗപൂർണമായ വീതി എന്ന് പറയുമ്പോൾ ശരിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹാബത്ത് അനുഭവിച്ച വേദന എത്രയാണ്, ആ സഹാബത്ത് അനുഭവിച്ച കഷ്ടപ്പാട് എത്രയാണ്. സുബ്ഹാനല്ലാഹ്, അത് ശരിക്ക് ആ വിഷയം പറയുമ്പോൾ ഇന്ന് നമുക്ക് ഉറക്കം വരും അല്ലേ? എന്താ കാരണം? ഒരുപാട് കേട്ട് 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 തഴമ്പിച്ചു. ഇപ്പം ആ വിഷയം പറയുമ്പോൾ ഉറക്കം വരികയാണ്. സത്യത്തിൽ അത് ആ കഥകൾ കേൾക്കുന്ന സമയത്ത് അത് കണ്ണിൻ്റെ മുന്നിൽ കാണാനുള്ള ഒരു ഇമാജിനേഷൻ പവർ നമുക്കുണ്ടെങ്കിൽ കണ്ണ് നിറയാതെ ഒരൊറ്റ സഹാബിയുടെ ചരിത്രം പോലും കേട്ട് കഴിയാൻ നമുക്ക് സാധ്യമല്ല. ഒരൊറ്റ സഹാബിയുടെ ചരിത്രം പോലും കണ്ണ് നിറയാതെ കേട്ട് കഴിയാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവരോട് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ? സൂറത്തുൽ ബഖറയിലൂടെ അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. വല്ലാത്ത വചനമാണ്, അല്ലാഹുവിൻ്റെ വല്ലാത്ത വചനമാണ്. കടുകട്ടിയുള്ള ഹൃദയത്തെ പോലും തകർത്ത് തരിപ്പണമാക്കേണ്ട വചനമാണ്. അല്ലാഹ് ചോദിക്കുകയാണ്, അം ഹസിബത്തും, നിങ്ങൾ വിചാരിക്കുകയാണോ? അം ഹസിബത്തും, നിങ്ങൾ വിചാരിക്കുകയാണോ? അൻ തദ്ഖുലുൽ ജന്ന, അൻ തദ്ഖുലുൽ ജന്ന, സുഗാഡംബരത്തിന്റെ പറുദീസയായ സ്വർഗ്ഗത്തിലേക്ക് കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് വന്നെത്തുന്നതിന്റെ മുന്നേ നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നെത്തിയത് എന്താണോ അത് നിങ്ങൾക്ക് വന്നെത്തുന്നതിന്റെ മുന്നേ മസ്സതുഹുമുൽ ബഅസാ വല്ലറാ, അവരെ യഥാ പ്രയാസം സ്പർശിക്കുകയാണ്, അവരെ ബുദ്ധിമുട്ട് സ്പർശിക്കുകയാണ്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു വസുൽസിലു, വസുൽസിലു, അവരതാ പിടിച്ചു കുലുക്കപ്പെടുകയാണ്. ഹത്താ യഖൂലർ റസൂൽ, ഹത്താ
യഖൂല റസൂൽ. ലോകത്തിന്റെ മുന്നിൽ ക്ഷമയുടെ ബാലപാഠം പഠിപ്പിച്ചു കൊടുത്ത സഹനത്തിന്റെ പ്രതീകമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമലർത്തി ചോദിച്ചു പോയ സമയം ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅഹു, ആ പ്രവാചകന്റെ കൂടെ തോളോട് തോൾ ചേർത്തുകൊണ്ട് പ്രബോധനത്തിന്റെ വീതിയിൽ വന്ന സകല പ്രയാസങ്ങളും നെഞ്ചിലേറ്റിയ ആ സ്വഹാബത്തും ചോദിച്ചു പോകുകയാണ്, മതാ നസ്റുല്ലാഹ്, മതാ നസ്റുല്ലാഹ്. അണ്ടകടാഹത്തിന്റെ തമ്പുരാനായ പടച്ച തമ്പുരാന്റെ സഹായം എപ്പോഴാണ്? അടുത്തതായി അല്ലാഹ് സമാധാനിപ്പിക്കുകയാണ്, അലാ അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. വേദനിക്കണ്ട, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, അല്ലാഹുവിന്റെ സഹായം അടുത്ത് തന്നെയാണ്. വലാ തഹിനൂ വലാ തഹ്സനൂ, നിങ്ങൾ വേദനിക്കരുത്, ദുഃഖിക്കരുത്. വഅൻതുമുൽ അഅലൂൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതർ. വഅൻതുമുൽ അഅലൂൻ, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഔന്നത്യമുള്ളവർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് സത്യവിശ്വാസം രൂഢമൂലമാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങൾ ഏതൊരു സഹാബത്തിനോടാണോ പറഞ്ഞത്, ആ സഹാബത്തിന്റെ ജീവിതത്തിന്റെ ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കുക. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിനെ നെഞ്ചിലേറ്റാൻ അടിമത്തം ഒരു തടസ്സമാകാത്ത, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സമത്വത്തിന്റെ ആദർശം ഉയർത്തിപ്പിടിച്ച ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ യജമാനൻ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മലർത്തി കിടത്തി ഭാരമുള്ള കല്ലുകൾ നെഞ്ചത്ത് കയറ്റി വെച്ച് അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളിലും ശക്തരായ ഒട്ടകങ്ങളെ കെട്ടിയിട്ട് വിപരീത ദിശയിലേക്ക് നയിച്ച് ചാട്ടവാറുകൾ കൊണ്ടടിച്ച് ആ ശരീരത്തിൽ നിന്ന് ധാരധാരയായി രക്തമൊഴുകുന്ന സമയത്ത് ലാത്തയെ വിളിക്ക് ബിലാലേ, ഉസ്സയെ വിളിക്ക് ബിലാലേ, മനാത്തയെ വിളിക്ക് ബിലാലേ, ഹബലയെ വിളിക്ക് ബിലാലേ. കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട 360 പരം വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളെ വിളിച്ചുകൊണ്ട് നീ ശരണം തേട് ബിലാലേ എന്ന് ആ ബിലാലിന്റെ കാതിൽ മന്ത്രിച്ചപ്പോ ബിലാലിന്റെ നാവുകൾ മന്ത്രിച്ചൊരു വചനമുണ്ടായിരുന്നു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. കറുത്തവനും വെളുത്തവനും അധികാരിയും മദീനനും പാമരനും പണ്ഡിതനും ഏതൊരു അല്ലാഹുവിന്റെ സൃഷ്ടിയാണോ, ഏതൊരു ദൈവത്തിന്റെ സൃഷ്ടിയാണോ, ആ ദൈവം ഏകനാണ്, ആ ദൈവത്തിന് പങ്കുകാരനില്ല. ഇതായിരുന്നു ബിലാലിന്റെ പ്രബോധനം, ഇതായിരുന്നു ബിലാലിന്റെ റളിയല്ലാഹു അൻ ബിലാൽ പ്രബോധന വീതിയിൽ നെഞ്ചിലേറ്റിയ വേദനകൾ, യാതനകൾ തീരുന്നില്ല. ബിലാലിന്റെ ചരിത്രം അവസാനിക്കുന്നില്ല. ബിലാലിന്റെ ചരിത്രം കേൾക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം തകരുന്നില്ലെങ്കിൽ പൊന്നു മുസ്ലിമേ, ഈമാനിന്റെ പുനഃപരിശോധനക്കുള്ള സമയമാണ്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ആരായിരുന്നു മിസ്അബ്? മക്കയിലെ തെരുവിലൂടെ മിസ്അബ് നടക്കുമ്പോ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് യുവതികൾ അതാ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്തിനാണെന്നറിയുമോ? മിസ്അബ് ധരിച്ചിട്ടുള്ള വില കൂടിയ വസ്ത്രത്തിന്റെ ഭംഗി കാണാൻ, മിസ്അബ് വസ്ത്രത്തിൽ പൂശിയിട്ടുള്ള വില കൂടിയ അത്തറിന്റെ സുഗന്ധം ആസ്വദിക്കാൻ, നാസാരന്ധ്രങ്ങളെ മത്തുപിടിക്കുന്ന തരത്തിലുള്ള വൈദേശികമായ അത്തറുകൾ പൂശിക്കൊണ്ട് വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച് മക്കയുടെ തെരുവിലൂടെ ആളുകളെ ഹർഷപുളകിതരാക്കി, ആളുകളെ രോമാഞ്ചമണിയിച്ചുകൊണ്ട് നടന്നുപോയ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ആ മിസ്അബിന്റെ ചരിത്രം, ആ മിസ്അബിന്റെ മരണം ചരിത്രം രേഖപ്പെടുത്തുകയാണ്. യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി വിട പറഞ്ഞ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മരിച്ചു കഴിഞ്ഞപ്പോ കുബേരപുത്രനായ, വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണ് ഐശ്വര്യത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ച മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ 6 അടി മണ്ണിന്റെ അടിയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് തലമറച്ചാൽ കാലുമറച്ചാൽ തലമറിയാത്ത തരത്തിലുള്ള കഫൻ പുടവയുമായിരുന്നു പോയിരുന്നത്. അവസാനം പുല്ലുകൾ കൊണ്ട് കാലുമറച്ചുകൊണ്ട് ഖബറിലേക്ക് കടന്നു പോകേണ്ട ഗതികേട് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് കടന്നു വന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ത്യാഗം മുഴുവൻ അവർ വരിച്ചത്, ഈ പ്രയാസം മുഴുവൻ അവർ വരിച്ചത് പ്രബോധനത്തിന് വേണ്ടിയായിരുന്നു. നമ്മളൊക്കെ എന്താ ചെയ്തത് അല്ലേ? നമ്മുടെ മക്കൾ പലപ്പോഴും പ്രബോധനത്തിന്റെ വീതികളിൽ സജീവമാകുന്ന സമയത്ത് പല ഉമ്മാരും വാപ്പാരും പറയണ മറുപടി എന്താണ്? സുബ്ഹാനല്ലാഹ്, കേട്ടാൽ അറച്ചു പോകും അല്ലേ? എൻ്റെ ഒരു കൂട്ടുകാരൻ
പള്ളിയിൽ ഞാൻ ഓനായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുക. മുഖത്ത് താടിയില്ല. ഞാൻ ചോദിച്ചു, എന്തിനാണ് മോനെ നീ ഇങ്ങനെ താടി ഷേവ് ചെയ്യണത്, കുറച്ച് താടി വെച്ചൂടെ, എന്താ പ്രശ്നം? അപ്പോൾ ഓൻ പറഞ്ഞൊരു മറുപടി എന്താ അറിയോ? ഓൻ പറഞ്ഞ മറുപടി, താടി വെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, താടി വെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വേറൊരു കാര്യം, ഇത്രം വരെ താടി വെച്ചിട്ട്, ഏതോ ഒരു വയസ്സായ ഒരാൾ പറയുന്ന കേട്ടതാണ്, ഇത്രം വരെ താടി വെച്ചിട്ട് ആ താടി ഹൃദയം മറക്കാൻ ഉപയോഗിക്കരുത്. അങ്ങനെ ചില ആളുകളുണ്ട്. താടി മാത്രമാണ് ഈമാനിൻ്റെ ഉപാധി എന്ന് പറയുന്ന ആളുകളുണ്ട്. താടി വെച്ചാൽ എല്ലാം കഴിഞ്ഞു. ഒരു മനുഷ്യൻ താടി വെച്ചാലുണ്ടല്ലോ, പിന്നെ ഓൻ എക്സ്ട്രാ ബാധ്യത ഉണ്ട്. ഓൻ എന്തെങ്കിലും അറാമ്പറപ്പ് നാട്ടിൽ ചെയ്താൽ അത് ഇസ്ലാമിൻ്റെ പേരിക്കാണ് വരിക, അത് ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്കാണ് വരിക. ഒരു താടി വെച്ച ഒരു മുജാഹിദ് ഓന് സ്ത്രീധനം വാങ്ങി എന്താ പറയുക? മുജാഹിദ് സ്ത്രീധനം വാങ്ങി എന്ന് പറയും അല്ലേ? ഒരു താടി വെച്ചൊരു മുജാഹിദ് വേണ്ട അനാവശ്യം പറഞ്ഞാൽ എന്താ പറയുക? താടി വെച്ച് കണ്ടില്ലേ മുജാഹിദുകളൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്, ഇത് പറയും. അപ്പോൾ താടി വെക്കുന്നുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അത് വടിച്ചു കളയാന്നല്ല, അത് വെക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇവനോട് ഞാനത് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു, എനിക്ക് വെക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് താടി വെക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഉമ്മ ചീത്ത പറയും, ഉമ്മ എന്നെ ചീത്ത പറയും. എന്നാൽ ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, താടി വെച്ചാൽ ഉമ്മ ചീത്ത പറയും. ഉമ്മാനെ പേടിച്ചിട്ട് താടി വെക്കുക, ഉമ്മാനെ ചീത്ത പേടിച്ചിട്ട് താടി വെക്കാതിരിക്കുക, എന്തൊരു അത്ഭുതമാണ്! ദീനിനോടുള്ള കടപ്പാട് അല്ലേ? എന്തെങ്കിലും ഒരു MSMൻ്റെ പോസ്റ്റർ, ISMൻ്റെ പോസ്റ്റർ പ്രബോധനാർത്ഥം ഒട്ടിക്കാൻ ഇറങ്ങിയാൽ പിന്നെ രാത്രി വീട്ടിൽ വന്നാൽ കേൾക്കേണ്ടതൊക്കെ കേൾക്കണം, അറിയേണ്ടതൊക്കെ അറിയണം അല്ലേ? എൻ്റെ നാട്ടിൽ 3 പെറ്റുമ മക്കാം ഉറൂസിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്ന സമയം, ആ നടക്കുന്ന സമയം ശരിക്ക് അവരെക്കാൾ കൂടുതൽ പണി നമുക്കാണ്. അവർ ഉറൂസ് തുടങ്ങുന്ന സമയം അവരെക്കാൾ കൂടുതൽ പണി നമുക്കാണ്. അതെന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. 3 പെറ്റുമ്മ മക്കാമിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങളിപ്പോൾ വളവട്ടണം പാലം കഴിഞ്ഞ് ഏകദേശം ഒരു 500 മീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ടൊരു വളവുണ്ട്, പഴയങ്ങാടി റോഡ്. ആ പഴയങ്ങാടി റോഡിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ പാപ്പൻശ്ശേരിയാണ് എത്തുക. 1ാമത്തെ വളവ് കഴിഞ്ഞാൽ പിന്നെ പാപ്പൻശ്ശേരിയാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന കടകൾ, ആ 1ാമത്തെ കടയിൽ കയറുക, എന്നിട്ട് ചോദിക്കുക എന്താണ് ഈ 3 പെറ്റുമ്മ? അയാൾ ഇങ്ങനെ വിശദീകരിച്ച് തരും. അവിടെ നിന്ന് ഇറങ്ങുക, എന്നിട്ട് അടുത്ത കടയിൽ പോവുക, എന്നിട്ട് ചോദിക്കുക എന്താണ് ഈ 3 പെറ്റുമ്മ? അയാൾ ഇങ്ങനെ വിശദീകരിച്ച് തരും. ആ പാപ്പൻശ്ശേരിയിലുള്ള കടകൾ മുഴുവനും കയറി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കേൾക്കാൻ അറിയോ? എത്ര കട ഉണ്ടോ അത്രയും കഥ നിങ്ങൾക്ക് കേൾക്കാം. ആ കഥകളിലൊക്കെ ഈ 3 പെറ്റുമാൻ്റെ പേരെന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഞാൻ വിചാരിക്കണം, പടച്ചോനെ ഇതെന്താ? ഇത് ജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ പൊട്ടപ്പോയത്തം ജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാനിട വരുന്ന ഒരു ആയത്ത് ഏതാ അറിയോ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഓല് മുജാഹിദൊക്കെ തന്നെയാണ്, പക്ഷെ ഓൽക്ക് എന്താ പറയാനുള്ള നിങ്ങൾക്ക് എന്താ പ്രശ്നം? ലക്കും ദീനുക്കും വലിയ ദീനല്ലേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? ലക്കും ദീനുക്കും വലിയ ദീനല്ലേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം? ഓൽക്ക് ഓല ദീന്, നമുക്ക് നമ്മളെ ദീൻ. അങ്ങനെയാണോ സഹോദരങ്ങളെ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധനത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ച ദൗത്യം അത് സ്വന്തം സമുദായത്തിൽ ആദ്യം നടത്തിക്കണ്ടേ? അത് ചില ആളുകളുടെ വിചാരം അത് നടത്താന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കുക, കണ്ടാളൊക്കെ ഖുറാഫി 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 എന്ന് വിളിക്കുക. ഈ ഖുറാഫി എന്നുള്ള വിളിയെ നമ്മൾ ഒഴിവാക്കണം. ഖുറാഫി എന്നുള്ള വിളിയെ നമ്മൾ ഒഴിവാക്കണം. എന്തിനാ അങ്ങനെ വിളിക്കണേ? ഖുറാഫി എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് അർത്ഥം അറിയില്ല. അവർ വിചാരിക്കുക വലിയ തെറി എന്താണെന്നാണ്, ചെരുപ്പൂരി അടി കിട്ടും ചിലപ്പോൾ മൂത്ത്. അവർക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് തന്നെ അറിയില്ല. ചില ആളുകൾ കണ്ടാൽ നേരിട്ട് മൂത്തുക്ക് നോക്കി വിളിക്കുക ഖുറാഫി. എന്താ ഖുറാഫി? എന്തിനാ അങ്ങനെ വിളിക്കുന്ന സഹോദരങ്ങളെ? അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുക. പക്ഷേ ഈ പറഞ്ഞു ധരിപ്പിക്കലും എതിർക്കുന്ന ആളുകളാണ് ഇന്ന് കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലെ ആളുകൾ എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര സങ്കടം. അത് അങ്ങേയറ്റ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഉമ്മാർക്കും വാപ്പാർക്കും മക്കൾ ദാവത്തിൻ്റെ വീതിയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് വല്ലാത്ത അസഹനീയമായ കാര്യമാണ്. ഈ ദാവത്തിൻ്റെ വീതിയിൽ നിന്ന് തടഞ്ഞു വെച്ച് ഡിപ്ലോമാറ്റിക് ബിഹേവിയറുമായി ഒരു മക്കളെ വളർത്തിയാൽ ആ മക്കൾ നാളെ എങ്ങനെ തിരിഞ്ഞു വരിക? സത്യത്തിൽ ഈ സമൂഹത്തിന്റെ നടുവിലേക്ക് മക്കളെ കൊണ്ട് പഠിപ്പിക്കണം. മക്കളെ നിങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. എന്താണ് പരിശുദ്ധ ഖുർആൻ? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സകല മേഖലകളും, സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സകല മേഖലകളും അടങ്ങിയിട്ടുള്ള അത്ഭുതത്തിൽ അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ വഴിയായി, ആ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ വഴി ആധാരമായി ഒരാൾ സ്വീകരിച്ചാൽ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആധാരമായി ഒരാൾ സ്വീകരിച്ചാൽ അയാളിൽ ഒരു ചെറിയ പെശക് പോലും കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല.
ഖുർആനിൽ പറയാത്ത ഏതേത് വിഷയങ്ങളാണുള്ളത്? ഖുർആന്റെ വിശദീകരണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിൽ പറഞ്ഞു തരാത്ത ഏത് വിഷയങ്ങളാണുള്ളത്? നീ ഏത് കാലിലെ ചെരുപ്പിടണം, നീ വസ്ത്രം ധരിക്കുമ്പോൾ എന്ത് ചെല്ലണം, ബാത്റൂമിൽ കയറുമ്പോൾ ഏത് കാല് മുന്നോട്ട് വെക്കണം, ഏത് കാല് പുറത്തോട്ട് വെക്കണം എന്ന് വേണ്ട, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൻ്റെ ഘടന പോലും അത്രയും സൂക്ഷ്മമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ വിവരണമായ ഹദീസുകളിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആംഗ്യങ്ങൾ പോലും എങ്ങനെ? പ്രവാചകൻ വിരൽ ചൂണ്ടൂലാത്രേ, പ്രവാചകൻ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കേണ്ട സമയത്ത് കൈ മുഴുവൻ ഇങ്ങനെ ചൂണ്ടിയിട്ടാണ് കാണിക്കുക. കൈ മുഴുവൻ ചൂണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കുമ്പോൾ തല മാത്രം ഇങ്ങനെ തിരിക്കൂലാത്രേ, മുഴുവനായി തിരിഞ്ഞിട്ടേ പ്രവാചകൻ നോക്കുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുരികം അത് വളഞ്ഞതായിരുന്നു, തമ്മിൽ കൂട്ടിമുട്ടാത്ത വളരെ സുന്ദരമായ നിലയുള്ളതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചത്ത് നേർത്ത രോമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ വീതിയുള്ളതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടങ്ങൾ വീതിയുള്ളതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂക്ക് അധികം വലുപ്പമില്ലാത്തതും ചെറുതില്ലാത്തതുമായിരുന്നു. ഞാനിത് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആനെ വിശദീകരിക്കേണ്ടത്. ആ ഖുർആനിൻ്റെ വിശദീകരണമായ ഹദീസും പരിശുദ്ധ ഖുർആനും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ അത് മുഴുവനുമുണ്ട്. അത് നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെർഫെക്റ്റായി. വേറൊരു പെർഫെക്ഷൻ നോക്കി അവർ പോകേണ്ട ആവശ്യമില്ല. ഇന്ന് മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ് സഹോദരങ്ങളെ? വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരിക. 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഒരു മോള് ശക്തമായി വാദിക്കാണ്. എന്താണ് വാദിക്കണത്? എനിക്കവിടെ പണിയുണ്ട്, വീടിന് ലോഡ് എടുത്തിട്ടുണ്ട്, 10-15 ലക്ഷം റുപ്യ കടമുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ വൃദ്ധയെ നോക്കിയിരിക്കലാണോ എനിക്ക് പണി? വേറെയും 3-4 മക്കളുണ്ടല്ലോ, ഓര് നോക്കട്ടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചക്കയാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞ് ചാനലുകൾക്ക് മുന്നിൽ തർക്കിക്കുന്ന 40-45 വയസ്സുള്ള ഒരു മകളുടെ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത അറപ്പ് തോന്നിപ്പോയി. സഹോദരങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്ക്. ലോകത്ത് വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഭേദഗതികളില്ലാതെ മാതാപിതാക്കൾ ഒരുപോലെ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് നേരിടുന്ന അവഗണനയാണ്. എന്നാൽ നിങ്ങൾ ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കുക, ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക, ആധുനിക ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന ഷേക്സ്പിയറിൻ്റെയും ടോൾസ്റ്റോയിയുടെയും കവിതകളും കഥകളും രചനകളും എന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. ഈ രചനകളിലൊന്നും എങ്ങനെ ഒരു മാതാവിനോട് പെരുമാറണം, എങ്ങനെ ഒരു പിതാവിനോട് പെരുമാറണം എന്ന് വസ്തുനിഷ്ഠമായി പഠിപ്പിച്ചു തന്നിട്ടില്ല. വളരെ വ്യക്തമായ മാർഗദർശനം ആ രീതിയിൽ നൽകിയിട്ടില്ല. മറിച്ച് ഷേക്സ്പിയറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്, ആധുനിക സിദ്ധാന്തങ്ങൾ പറയുന്നത് എന്താണ്? മാതാവെന്ന് പറഞ്ഞാൽ എന്താണ്? മാതാവും കുഞ്ഞും തമ്മിലുള്ള ബന്ധം കോഴിക്കുഞ്ഞും മുട്ടത്തോടും തമ്മിലുള്ള ബന്ധമാണ്. ഒരു കോഴിയും മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് പുറത്തേക്ക് വന്ന് പൂവൻകോഴിയായി സൂര്യനെ കാണുമ്പോൾ കൂവാൻ തുടങ്ങുന്ന സമയത്ത് തൻ്റെ മുട്ടത്തോടിനെയും അന്വേഷിച്ച് പോകാറില്ല. ആ മുറ്റത്തോടാണല്ലോ സൂര്യപ്രകാശത്തിൽ നിന്നും വെയിലിൽ നിന്നും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും പൊടിയിൽ നിന്നും കുറച്ച് കാലം എന്നെ സംരക്ഷിച്ചത്. അതുകൊണ്ട് ആ മുട്ടത്തോടിനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഒരു കോഴിക്കുഞ്ഞും പോകാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം കോഴിക്കുഞ്ഞും മുട്ടത്തോടും തമ്മിലുള്ള ബന്ധമാണെന്ന് ആധുനിക വിദ്യാഭ്യാസം മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെക്കുറിച്ച് മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് ഖുർആനിന് പറയാനുള്ളത് എന്താണ്? പരിശുദ്ധ ഖുർആനിന് പറയാനുള്ളത് എന്താണ്? സൂറത്തുൽ ഇസ്രായിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ല, ഈ ഗ്രന്ഥത്തെ കിടപിടിക്കാൻ, ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ കിടപിടിക്കാൻ ലോകത്തൊരു പ്രത്യയശാസ്ത്രം ജനിച്ചിട്ടില്ല. വല്ലാഹി സത്യം, ഖിയാമത്ത് നാൾ വരെ ജനിക്കാനും പോണില്ല. അല്ലാഹ് പറയുന്ന വാക്കുകളുണ്ട് ഖുർആനിൽ. എന്താ? വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. പൊന്നുമക്കളെ അല്ലാഹ് ഉപദേശിക്കുകയാണ് ഖുർആനിലൂടെ. വബിൽ വാലിദൈനി ഇഹ്സാനാ,
തൗഹീദ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആദർശത്തിന് ശേഷം അല്ല മുൻഗണന നൽകിയ കടമ ഇതാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ആ മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ അവരിൽ രണ്ടുപേരും വാർദ്ധക്യ സഹജമായ ബാലിശതകൾ പേറിക്കൊണ്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, വാർദ്ധക്യ സഹജമായ വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പേറിക്കൊണ്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, തൊലികൾ ചുക്കിച്ചുളിഞ്ഞുകൊണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട്, ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടുകൊണ്ട്, ലോകത്തിന്റെ ഘടന തിരിയാതെ കേൾക്കാതെ കാണാതെ അവരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഖുർആൻ പറയുന്നു ഫലാ തഖുല്ലഹുമാ ഉഫ്, ചെയ്യുന്ന വാക്ക് പോലും അവരോട് പറഞ്ഞു പോകരുത്, ചെയ്യുന്ന വചനം പോലും അവരോട് പറഞ്ഞു പോകരുത്. വലാ തൻഹറുഹുമാ, നിന്റെ മനസ്സിന് പിടിക്കാത്ത, നിന്റെ സ്റ്റാറ്റസിന് പിടിക്കാത്ത, നിന്റെ സ്റ്റാൻഡേർഡിന് പിടിക്കാത്ത പല വർത്തമാനങ്ങളും അവർ പറഞ്ഞേക്കാം, പല പ്രവർത്തനങ്ങളും അവർ പ്രവർത്തിച്ചേക്കാം. പക്ഷേ ഫലാ തൻഹറുഹുമാ, അവരോട് കയർത്ത് പോകരുത്, കയർത്ത് സംസാരിച്ചു പോകരുത്. വഖുല്ലഹുമാ, അവരോട് രണ്ടുപേരോടും നീ പറയുക ഖൗലൻ കരീമാ, മാന്യമായ വാക്കുകൾ മാത്രം. എന്നിട്ട് അവിടെയും അവസാനിച്ചില്ല. വഖ്ഫിദ് ലഹുമാ ജനാഹുൽ മിനർ റഹ്മാ, വഖ്ഫിദ് ലഹുമാ ജനാഹുൽ മിനർ റഹ്മാ. നീ വലിയ സ്റ്റാറ്റസ് ഉള്ളവനായിരിക്കും, ആയിരക്കണക്കിന് അനുയായികൾ സദസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഹർഷപുളകിതരായി സ്വീകരിക്കാൻ നിനക്കുണ്ടായിരിക്കും. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിന്റെ മുതലുണ്ടായിരിക്കും, മണിമാടകളുടെ മണിമേടകളുടെ നേതാ മുതലാളിയായിരിക്കും നീ. പക്ഷേ ആ ഉമ്മാന്റെ മുന്നില്, ആ വാപ്പാന്റെ മുന്നില് നീ കേവലം ഒരു പൈതല് മാത്രമാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹുൽ മിനർ റഹ്മാ, അതുകൊണ്ട് അവരുടെ മുന്നിൽ നീ താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുക്കുക. അവിടെയും അവസാനിച്ചില്ല. ജീവിതമാകുന്ന പരീക്ഷണം കഴിഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ ആറടി മണ്ണിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെയും അവരോടുള്ള ബാധ്യത അവസാനിച്ചില്ല. അവിടെ എന്താണ് ബാധ്യത? മരിച്ചു മൺമറഞ്ഞു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൽപ്പിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നാഥാ, ഈ ഖബറിൽ കിടക്കുന്ന എൻ്റെ പിതാവ്, നാഥാ, ഈ ഖബറിൽ കിടക്കുന്ന എൻ്റെ മാതാവ് എപ്രകാരമാണോ ശൈശവത്തിൽ എന്നെ സംരക്ഷിച്ചത്, എപ്രകാരമാണോ ബാല്യത്തിൽ എൻ്റെ കാര്യങ്ങൾക്ക് താല്പര്യമെടുത്തത്, അപ്രകാരം തന്നെ നീ അവരെ സംരക്ഷിക്കണേ നാഥാ, അപ്രകാരം തന്നെ നീ അവർക്ക് സംരക്ഷണം നൽകണേ നാഥാ. ഇത് പരിശുദ്ധ ഖുർആനിന്റെ സിദ്ധാന്തമാണ്. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയമാണ്. നിങ്ങൾക്ക് ഇത്രയും വ്യക്തമായി, ഇത്രയും സ്പഷ്ടമായി, ഇത്രയും സുന്ദരമായി, ഇത്രയും ഹൃദയഭേദകമായ രൂപത്തിൽ മാതാപിതാക്കളോടുള്ള കടമ വിശദീകരിച്ചൊരു ഗ്രന്ഥം കാണാൻ സാധ്യമല്ല. ഞാൻ വെല്ലുവിളിക്കാൻ കാണാൻ സാധ്യമല്ല. ഒരു മതഗ്രന്ഥമാകട്ടെ, തത്വശാസ്ത്ര ഗ്രന്ഥമാകട്ടെ, സാഹിത്യ ഗ്രന്ഥമാകട്ടെ, മാതാവിനോടും പിതാവിനോടുമുള്ള കടമകളെക്കുറിച്ച് ഇത്ര സുന്ദരമായ രീതിയിൽ വർണ്ണിച്ച വിവരിച്ച ഒരു ഗ്രന്ഥത്തെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, ആ ഗ്രന്ഥമാണ് നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. ആ ഗ്രന്ഥം കൊണ്ടാണ് അവരുടെ കയ്യിലേക്ക്, ആ ഗ്രന്ഥം കൊണ്ടാണ് പ്രബോധനത്തിന്റെ വീതിയിലേക്ക് ഇറങ്ങണമെന്ന് പറയുന്നത്. ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥവുമായി പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുന്ന ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒന്നാമത്തെ ബാധ്യത ആ ഗ്രന്ഥം അവൻ ഹൃദയത്തിൽ സ്വീകരിക്കണം എന്നുള്ളതാണ്. ആ ഗ്രന്ഥം ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തിൻ്റെ പടുകുടിയിലേക്ക് വീണാലും ഉമ്മയോടും വാപ്പയോടും എന്താണ് എന്ന് ചോദിക്കാൻ പോലും അവൻ തയ്യാറാവില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ഖുർആനുണ്ട്, അവൻ്റെ ഉള്ളിൽ ഖുർആനുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ആദ്യമായി നൽകേണ്ടത് പരിശുദ്ധ ഖുർആനാണ്. അതിനും ആദ്യമായി വേണ്ടത് ഏറ്റവും ആദ്യമായി നാം ഈ പ്രബോധന വീതിയിലേക്ക് കടക്കണം എന്നുള്ളതാണ്. ഈ പ്രബോധന വീതിയിലേക്ക് കടന്നു പോകാൻ നാം തയ്യാറാകണം. എത്ര സഹോദരങ്ങളെ, സത്യത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്കുള്ള 1/7 ആത്മാർത്ഥത പോലും നമുക്കില്ല. 1/7 ഒരു ആത്മാർത്ഥത പോലും നമുക്കില്ല. ബ്രിട്ടനിൽ ഒരു ക്രിസ്ത്യാനി ഇസ്ലാം സ്വീകരിച്ചു. അവിടെയുള്ള പ്രബോധന പ്രവർത്തകർ പറയുന്നു, വല്ലാത്തൊരു ആ 3 ദിവസം ഞങ്ങളുടെ ഹൃദയമൊക്കെ തകർന്നു പോയി. അയാള് ആ ഓഫീസിലേക്ക് കടന്നു വന്ന അയാൾ പൊട്ടിക്കരയാണ്. അയാളുടെ കരച്ചിൽ ആര് വിചാരിച്ചിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അയാൾ പറയാണ്, നിങ്ങളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണോ,
നിങ്ങളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി നെഞ്ചിലേറ്റിയ മാതാപിതാക്കൾക്ക് മക്കളായി ജനിക്കാൻ നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം എത്ര വലിയ ഭാഗ്യമാണത്. എനിക്കത് ലഭിച്ചില്ല. എൻ്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി, അവർ നരകത്തിലാണ്, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ലഭിച്ചില്ല. എനിക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്. അയാൾ കരഞ്ഞു. എൻ്റെ അവസ്ഥ തന്നെ എനിക്കറിയില്ല. ഞാൻ ഒരുപാട് കാലം യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര മോചന വിശ്വാസത്തിൽ, ആ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും അതിനുവേണ്ടി ഞാൻ ചെലവഴിച്ചു. എൻ്റെ നാഥൻ എനിക്ക് പുറത്തു തരുമോ, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. പള്ളികളിൽ നമസ്കാരത്തിൽ കയറിയാൽ പുറത്തേക്ക് വരാത്ത രൂപത്തിൽ പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് മണിക്കൂറുകളോളം ആ മനുഷ്യൻ അവിടെ ഇരുന്നു. പക്ഷേ അയാൾക്ക് അധികം കരയേണ്ടി വന്നില്ല. മൂന്നാമത്തെ ദിവസം സുബഹ് നമസ്കാരത്തിന് ഇമാം രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്തുവിലേക്ക് എഴുന്നേറ്റ സമയം ഈ മനുഷ്യൻ എഴുന്നേറ്റില്ല. അയാളോട് അല്ലാഹ് പറഞ്ഞു, മതി, കരഞ്ഞത് മതി, വേദനിച്ചത് മതിയടോ, പ്രയാസപ്പെട്ടത് മതി, നിന്റെ വേദനകളും വ്യതകളും ഞാനിതാ കണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അള്ളാഹുവിൻ്റെ മുന്നിൽ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൻ്റെ മുന്നിൽ കണ്ണുനീര് സമർപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ദശകങ്ങളോളം മുസ്ലിമായി ജീവിച്ച് എങ്ങനെയാ നമുക്ക് മരിക്കുക? അല്ലാഹു ആലം. എങ്ങനെയാ നമുക്ക് മരിക്കുക? ദീനിനോട് ആത്മാർത്ഥതയില്ലാതെ. ഒരു ഹിന്ദുവിനെ കിട്ടിയാൽ, ഒരു ക്രിസ്ത്യാനിയെ കിട്ടിയാൽ ഈ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് മടിയല്ലേ? പക്ഷേ ഈ ഇസ്ലാമിനെ ജീവിതത്തിന്റെ പല ദശകളിൽ നിന്നും സ്വീകരിച്ച ആളുകൾ, അവർ ഈ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാൻ, അവരെ ഈ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത കണ്ടാൽ അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും പാരമ്പര്യ മുസ്ലിങ്ങൾക്കില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു ഹിന്ദുവിനെ ലഭിച്ചാൽ അയാൾ പറയുകയാണ്, എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തിനൊരു ദൈവം മാത്രമേ ഉള്ളൂ, ഈ പ്രപഞ്ചത്തിനൊരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ ദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കൽ ഓരോ മനുഷ്യന്റെയും കടമയാണെന്ന് പറഞ്ഞ് കലിമത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പുതു മുസ്ലിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരിൽ നിന്ന് പാഠം പഠിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രബോധനം ഒരിക്കലും ഒരു ഗൗരവമുള്ള കാര്യമല്ലാതെയായി. പ്രബോധനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൗരവമുള്ള കാര്യമല്ല. നമുക്കറിയോ നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന്? നമ്മുടെ ഒരു ബുക്ക്ലെറ്റ് കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന്? എവിടേക്ക് യാത്ര ചെയ്യുമ്പോഴും ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് വേണം. സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്, നമ്മളെന്ത് ഭാഗ്യവാന്മാരാണ്. എം അക്ബറിനെ പോലെയുള്ള, മുസ്തഫ തൻവീറിനെ പോലെയുള്ള വാചാലതയുള്ള പണ്ഡിതന്മാരുടെ ഒപ്പം ഈ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചവർ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ സംവാദങ്ങളും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പരിശുദ്ധ ഖുർആനിന്റെ അജയ്യതയെ ആയുധമാക്കിക്കൊണ്ട് ക്രൈസ്തവ മിഷണറിമാരുടെ മുന്നിൽ പതറാതെ പിടിച്ചു നിൽക്കുന്ന അക്ബർക്ക പണ്ടൊക്കെ ചെറുപ്പത്തിൽ എനിക്കൊക്കെ രോമാഞ്ചമായിരുന്നു. ഇന്നും അദ്ദേഹം അത് തുടരുകയാണ്. സഹോദരങ്ങളെ, അവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കാൻ നമുക്ക് ഭാഗ്യം അല്ലാഹു തന്നു. പക്ഷെ നാം അത് ഉപയോഗിക്കുന്നില്ല. എത്ര സീഡികൾ ഇവിടെ അവസാനമായി കഴിഞ്ഞ ഫ്രീ തിങ്കേഴ്സും റൈറ്റ് തിങ്കേഴ്സും തമ്മിൽ നടന്ന സംവാദം ഉണ്ടല്ലോ. ആ സംവാദം വീക്ഷിക്കുന്ന സമയത്ത് നവാസ് ജാനെ, അതായത് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ച അയാളുടെ സംസാരം, അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു പോയി, പടച്ചോനെ, ഈ മനുഷ്യൻ്റെ സ്ഥാനത്ത് മുസ്തഫ തൻവീറിനെ ഒന്ന് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റേ ചങ്ങായി വെള്ളം കുടിക്കുമായിരുന്നു. അയാൾ അക്ബർ ഖാനെ ഒന്ന് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ വെള്ളം കുടിക്കുമായിരുന്നു മറ്റേ ചങ്ങായി. സുബ്ഹാനല്ലാഹ്, സത്യമാണത്, ഞാൻ വെറുതെ പറയല്ല, അവരെ പൊന്തിച്ച് പറയല്ല. നവാസ് ജാനെ തന്നെ ആ സംവാദം കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ടു ഫേസ്ബുക്കിൽ. അയാൾ എന്താ ഇട്ടത്? എനിക്ക് തകർത്തടിക്കാൻ സാധിച്ചിട്ടില്ല, ശരിയാണ്, എനിക്ക് പ്രവൃത്തി പരിചയത്തിൻ്റെ കുറവുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദികൾ തകർന്നടിയുന്നത് കാണുക എന്നുള്ളത് ഒരു പുതുമുള്ള കാര്യമൊന്നല്ല. അഹമ്മദ് ദീദാത്തിൻ്റെയും സാക്കിർ നായക്കിൻ്റെയും എം അക്ബറിൻ്റെയും തകർത്തടിക്കലുകൾ കാണുന്ന ആളുകൾക്ക് ഇതൊരു പുത്തരിയല്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. സഹോദരങ്ങളെ, അവരുമായി കൈകോർത്ത് പിടിച്ച് പ്രബോധനത്തിൽ ഇറങ്ങാൻ എന്താണ് നമുക്ക് മടി? എന്താണ് നമ്മെ പിൻവലിക്കുന്നത്? നമ്മുടെ ഒരു ബുക്ക്ലെറ്റ് കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കില്ല എന്ന് എന്താണ് നമുക്ക് ഉറപ്പ്? നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കില്ല എന്ന് എന്താണ് നമുക്ക് ഉറപ്പ്? ഒരു പാശ്ചാത്യ രാജ്യത്തുള്ള ഒരു പള്ളിയിൽ ഒരു ഖത്തീബ് ഉണ്ടായിരുന്നു. ആ ഖത്തീബ് ആ നാട്ടിൽ വളരെ ചുരുക്കം മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ഉള്ള മുസ്ലിങ്ങൾ തന്നെ ആത്മാർത്ഥതയില്ലാത്തവരാണ്. ആ ഖത്തീബ്
എല്ലാ ആഴ്ചയും തൻ്റെ മകനെയും കൂട്ടി 10-11 വയസ്സുള്ള തൻ്റെ മകനെയും കൂട്ടി ഒരട്ടി ബുക്ക്ലെറ്റുമായി ഇറങ്ങും. പ്രബോധനത്തിനിറങ്ങാൻ വാചാലത കൊണ്ട് ആവശ്യമില്ല, പ്രസംഗിക്കാനുള്ള കഴിവും വേണ്ട. കയ്യിൽ കുറച്ച് പുസ്തകമുണ്ടോ അതെടുത്ത് നടക്കുക, കാണുന്നവർക്ക് അത് കൊടുക്കുക, പറയുക ഇസ്ലാമിനെ കുറിച്ചാണ്, വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, അത്രേ വേണ്ടുള്ളൂ. കഴിഞ്ഞു, ബാധ്യത കഴിഞ്ഞു. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. നീ ഉപദേശം നൽകുക, നീ ഉപദേശം നൽകുന്നവൻ മാത്രമാണ്. അവരുടെ മേലിൽ ഞാൻ നിന്നെ അധികാരമേൽപ്പിച്ചിട്ടില്ല. അവർ വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. നീ വിചാരിക്കുന്നവർക്ക് ഹിദായത്ത് നൽകാൻ സാധിക്കില്ല നിനക്ക്, മറിച്ച് ഹിദായത്തും ദലാലത്തും നൽകുന്നത് അല്ലാഹയാണ്. അതുകൊണ്ട് പ്രബോധനത്തിന്റെ വീതിയിൽ മുന്നേറുക. ഈ ഇമാം, ഈ ഖത്തീബ് അദ്ദേഹത്തിന്റെ 11 വയസ്സുള്ള മകനുമായി എല്ലാ വെള്ളിയാഴ്ചയും ജുമാ കഴിഞ്ഞാൽ, ഖുതുബ കഴിഞ്ഞാൽ തെരുവിലേക്ക് ഇറങ്ങും. കാണുന്നവർക്ക് ബുക്ക്ലെറ്റ് നൽകും. ഒരു വെള്ളിയാഴ്ച വളരെയധികം തണുപ്പുള്ള ദിവസം, മഞ്ഞ് പെയ്തിറങ്ങുന്ന ദിവസം, -°C തണുത്തുറയുന്ന ദിവസം. ആ ദിവസം ജുമാ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന പിതാവിനോട് 11 വയസ്സുകാരനായ മകൻ ചോദിച്ചു, ഉപ്പ നമുക്ക് പ്രബോധനത്തിന് പോകണ്ടേ, ബുക്ക്ലെറ്റ് കൊടുക്കാൻ പോകണ്ടേ? വാപ്പ പറഞ്ഞു, ഇന്ന് വാപ്പാക്ക് കഴിയുന്നില്ല മോനെ, നീ വേണമെങ്കിൽ ഒറ്റക്ക് പോയിക്കോ, നല്ല തണുപ്പാണ്, വാപ്പാക്ക് ഇന്ന് തീരെ സുഖമില്ല. അങ്ങനെ ഈ മകൻ ഒരട്ടി ബുക്ക്ലെറ്റുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരട്ടി ബുക്ക്ലെറ്റുമായി പ്രബോധനത്തിന്റെ വീതിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവസാനം ബുക്ക്ലെറ്റ് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. ഒരൊറ്റ ബുക്ക് മാത്രം ഈ ബാലന്റെ കയ്യിൽ ബാക്കി വന്നു. ഒരൊറ്റ ബുക്ക്ലെറ്റ് മാത്രം. ഇത് ആർക്കെങ്കിലും കൊടുക്കണം. അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത്, ഗ്രാമത്തിന്റെ അങ്ങേയറ്റത്ത് ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് നടന്നാൽ ഒരു സ്ത്രീയുണ്ട്, അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ ഈ കുഞ്ഞു ബാലൻ, 11 വയസ്സുള്ള ബാലൻ, മഞ്ഞ് പെയ്തുകൊണ്ട് തണുത്തുറച്ച ശരീരവുമായി തണുത്ത് വിറച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ വീടിന്റെ കോളിംഗ് ബെല്ലടിച്ചു. പ്രതികരണമില്ല. വീണ്ടും കോളിംഗ് ബെല്ലടിച്ചു, പ്രതികരണമില്ല. ആവർത്തിച്ച് കോളിംഗ് ബെല്ലടിച്ചു, പ്രതികരണമില്ല. അവസാനം നിരാശനായി മടങ്ങിപ്പോകുന്ന സമയത്ത് ആരോ അവനെ പിന്നിൽ നിന്ന് വലിക്കുന്നത് പോലെ, പോകരുത്, ഇത് കൊടുത്തിട്ട് മാത്രമേ നീ പോകാൻ പാടുള്ളൂ. തിരിഞ്ഞു നിന്ന് അവൻ വീണ്ടും വാതിലിൽ ശക്തമായി മുട്ട് സഹിക്കാൻ കഴിയാതായപ്പോൾ അകത്ത് നിന്ന് ഒരു വൃദ്ധ വാതിൽ തുറന്നു. വൃദ്ധ ഈ ബാലനോട് ചോദിച്ചു, എന്താണ് മോനെ നിനക്ക് വേണ്ടത്? ബാലൻ പറഞ്ഞു, ഉമ്മ, എനിക്ക് ഈ ബുക്ക് നിങ്ങൾക്ക് നൽകണം. ഈ പുസ്തകത്തിൽ നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്നതാണത്, നിങ്ങൾ കേൾക്കണം, അറിയണം. അങ്ങനെ ആ സ്ത്രീ വാതിലടച്ചകത്തേക്ക് പോയി. ഈ കുട്ടി അവസാനമുള്ള ബുക്ക് കൊടുത്ത സന്തോഷവുമായി വീട്ടിലേക്കും പോയി. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം ഖത്തീബ് ജുമാ നമസ്കാരത്തിന് ശേഷമുള്ള പ്രസംഗം കഴിഞ്ഞ് ആർക്കെങ്കിലും വല്ല സംശയവും ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞ സമയത്ത് പിറകു വശത്ത് നിന്ന്, ഏറ്റവും പിറകിൽ നിന്ന് പരുപരുത്ത ഒരു വൃദ്ധയുടെ ശബ്ദം ഉയർന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഭർത്താവ് 2 ആഴ്ച മുമ്പ് മരിച്ചുപോയി. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇസ്ലാം സ്വീകരിച്ചു. 2 ആഴ്ച മുമ്പ് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടുപോയി. ലോകത്ത് സ്വന്തമെന്ന് പറയാൻ, ബന്ധമെന്ന് പറയാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയം. ആ സമയത്ത് ആരുമില്ലാത്ത ഞാൻ ഒരു തുണ്ട് കയറിൻ്റെ തുമ്പിൽ തൂങ്ങി മരിക്കുക എന്ന ഒരു ഓപ്ഷൻ ഞാൻ സ്വീകരിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ തൂങ്ങി മരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഒരു മേശപ്പുറത്ത് കസേര വെച്ച് അതിൻ്റെ മുകളിൽ കയറി മട്ടുപ്പാവിൽ കെട്ടിത്തൂക്കിയ കയറിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ കഴുത്തിടാൻ പോകുന്ന സമയത്ത് ആരോ എൻ്റെ വീട്ടിൽ കോളിംഗ് ബെല്ലടിച്ചു. ആ കോളിംഗ് ബെല്ല് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സഹിച്ചു. പക്ഷേ അത് ആവർത്തിച്ചടിച്ചു. അവസാനം ആ കോളിംഗ് ബെല്ല് നിലച്ചു. വീണ്ടും ഞാൻ തൂങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത്, എൻ്റെ കഴുത്തിലേക്ക് കയറിടുന്ന സമയത്ത് എൻ്റെ വാതിലിലേക്ക് ശക്തമായി മുട്ടാൻ തുടങ്ങി. അവസാനം സഹിക്കാൻ കഴിയാതെ ഞാൻ ആ മേശപ്പുറത്ത് നിന്ന് താഴേക്കിറങ്ങി വാതിൽ തുറന്നു നോക്കിയപ്പോൾ പ്രകാശിക്കുന്ന മുഖവുമായി, പുഞ്ചിരിക്കുന്ന ചുണ്ടുകളുമായി ഒരു ബാലൻ ഒരു ബുക്ക്ലെറ്റുമായി നിൽക്കുന്നു. ആ ബുക്ക്ലെറ്റ് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അവൻ എന്നോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ട്, അയാളുടെ സന്ദേശം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ആ ബാലൻ എന്നോട് പറഞ്ഞു. ഞാൻ അവൻ്റെ മുഖത്ത് പുഞ്ചിരിയോടുകൂടി നോക്കി. അവൻ നടന്നകലുന്നത് വരെ അവനെ തന്നെ നോക്കി നിന്നു. വാതിലടച്ചു. ആ ബുക്ക്ലെറ്റുമായി ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തിരുന്നു. ആ പുസ്തകത്തിലെ ഓരോ വാക്കുകളും മരുഭൂമിയിൽ പെയ്തിറങ്ങിയ പേമാരിയുടെ പ്രതീതിയായിരുന്നു എൻ്റെ മനസ്സിൽ ഉണർത്തിയിരുന്നത്. ആരോരുമില്ല എന്ന് ഞാൻ വിചാരിച്ചു. ആരോരും എന്നെ സാന്ത്വനിപ്പിക്കാൻ, ആരോരും എന്നെ സമാധാനിപ്പിക്കാൻ ഈ ലോകത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ തെറ്റിദ്ധാരണയിലായിരുന്നു. ഞാൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു, ഇല്ല, എൻ്റെ അടുത്ത് തന്നെ എൻ്റെ വേദനകളും വ്യതകളും കഷ്ടപ്പാടും
കഷ്ടപ്പാടുകളും അറിഞ്ഞുകൊണ്ട് എൻ്റെ റബ്ബ് എൻ്റെ അടുത്ത് തന്നെയുണ്ട് എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അവിടെ വെച്ച് തന്നെ ആ പുസ്തകം പരിചയപ്പെടുത്തിയ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമ ഞാൻ നെഞ്ചിലേറ്റി. ഇന്നിതാ ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, എനിക്ക് അല്ലാഹുവുമായി എടുക്കണം, എനിക്ക് ഈ സമൂഹത്തിൽ ഒരു അംഗമായി ചേരണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആ സ്ത്രീയുടെ കൂടെ ആ പള്ളിയിൽ ഉണ്ടായിരുന്ന സകല ആളുകളും പൊട്ടിക്കരഞ്ഞു. അവസാനം ആ പിതാവ് കരച്ചിൽ സഹിക്കാൻ സാധിക്കാതെ പൊട്ടിക്കരഞ്ഞ് ആകെ ഗദ്ഗദ ഖണ്ഡനായി കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ നിസ്സഹായനായി ഏറ്റവും മുന്നിലെ സഫിലിരിക്കുന്ന തന്റെ മകനെ കണ്ടുകൊണ്ട് പരതി. ആ സമയത്ത് വലതുഭാഗത്ത് തലതാഴ്ത്തിക്കൊണ്ട് പൊട്ടിക്കരയുന്ന 11 വയസ്സുകാരനായ ബാലൻ ആ മകനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ പിതാവ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് ഒരു പിതാവിന് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ അഭിമാനം, ഒരു പിതാവിന് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ അന്തസ്, ഒരു പിതാവിന് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ രോമാഞ്ചം ആ കുട്ടി ആ പിതാവിന് നൽകി. ഒരു 11 വയസ്സുകാരന്റെ കിലോമീറ്ററുകൾ കടന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നുകൊണ്ടുള്ള ആ ത്യാഗം രക്ഷിച്ചത് ഒരു വൃദ്ധയായിരുന്നു. ആ വൃദ്ധയെ രക്ഷിച്ചത് നരകത്തിന്റെ പാതാളത്തിൽ നിന്നായിരുന്നു. അവർക്ക് നൽകിയത് ഹിദായത്തിന്റെ വെളിച്ചമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ബുക്ക് നൽകുന്നത്, ഒരു വാക്ക് പറയുന്നത്, ഒരു വചനം പറയുന്നത് അതൊരിക്കലും തന്നെ നിസ്സാരമായി കാണാൻ പാടില്ല. ആര് എങ്ങനെ എവിടെയൊക്കെ നന്നാകും എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഈ ദീന് വളരും. അതിനുവേണ്ടി നാം പണിയെടുത്താലും ഇല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വളർത്തുക തന്നെ ചെയ്യും. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. തങ്ങളുടെ വായകൾ കൊണ്ട് ഈ ദീനിനെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവർ അവർ വ്യാമോഹിക്കുകയാണ്. പടച്ച തമ്പുരാൻ അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നാം പണിയെടുത്താലും ഇല്ലെങ്കിലും പക്ഷേ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, നാഥാ നിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നിന്റെ മതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളെ നീ കാരണക്കാരനാക്കണേ അല്ലാ. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പ്രബോധകന് ലഭിക്കുന്ന ബഹുമതി എത്രമാത്രമാണ്. നാളെ മാശറയിൽ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് നിർത്തുന്ന സമയം, ആ സമയത്ത് അല്ലാഹ് ചില ആളുകളെ വിളിക്കും. എന്നിട്ട് അല്ലാഹ് എന്താ പറയാ? വാ, നീ എന്റെ സാക്ഷിയാണ്. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. പ്രവാചകൻ പൊട്ടിക്കരഞ്ഞു പോയ ആയത്താണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയ ആയത്താണ്. സകല സമൂഹത്തിൽ നിന്നും അല്ലാഹ് ഒരു സാക്ഷിയെ കൊണ്ടുവരുന്നതാണ്. പടച്ച തമ്പുരാൻ ഒരു സാക്ഷിയെ കൊണ്ടുവരുന്നതാണ്. ആ സാക്ഷി അള്ളാഹുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. റബ്ബേ, നിന്റെ ദീന് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, നിന്റെ ദീന്. അങ്ങനെ നാം പറയുന്ന സമയത്ത് നാം ആരാണ് അവിടെ? ലോകൈകനാഥനായ അള്ളാഹുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി വാദിക്കുന്ന, അള്ളാഹുവിന്റെ ഉത്തരവാദിത്ത പൂർത്തീകരണത്തിന് വേണ്ടി റബ്ബ് സ്വീകരിച്ച ഒരാൾ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ബഹുമതി എത്രമാത്രമാണ്. ലോകത്താദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെയുള്ള സകല മനുഷ്യ സഞ്ചയങ്ങളും കൂടി നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ബഹുമതി ഉണ്ടല്ലോ സഹോദരങ്ങളെ, അത് അനിതര സാധാരണമാണ്. അത് വാക്കുകൾ കൊണ്ടും വർണ്ണനകൾ കൊണ്ടും വിവരിക്കാൻ നമുക്ക് സാധ്യമല്ല. ആ ഒരു ബഹുമതി നേടിയെടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സമൂഹത്തിന് മുഴുവനും സാക്ഷിയായി വിളിക്കുന്ന സമയത്ത് നാം ജീവിച്ച സമൂഹത്തിന് സാക്ഷിയായി അല്ലാഹ് നമ്മെ വിളിക്കണം. മാശറയിൽ വെച്ച് പടച്ച തമ്പുരാൻ വിളിക്കണം. ഉനൈസ് ഇബ്നു ഖാസിം വരിക, ഇന്ന സമുദായത്തിന് അവൻ സാക്ഷിയാണ്. അവൻ പറഞ്ഞിട്ടുണ്ട്, പ്രബോധനം ചെയ്തിട്ടുണ്ട്. അവന്റെ നാവുകളിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ കോലിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അവൻ നേരിട്ടിട്ടുണ്ട് എന്ന് ഓരോ വ്യക്തികളെ കുറിച്ചും അള്ളാഹു പറയണം. നമുക്കുറിച്ച് അള്ളാഹു അങ്ങനെ തന്നെ പറയണം. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു സാക്ഷിയായി മാറാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, അപ്പോഴാണ് ഒരു യഥാർത്ഥ ആ തരത്തിലുള്ള ഒരു സാക്ഷിത്വത്തിന് വേണ്ടിയുള്ള മനസ്സിൻ്റെ വെമ്പലുണ്ടാകുമ്പോഴാണ് പ്രബോധനത്തിൻ്റെ വീതിയിലുള്ള ത്യാഗങ്ങൾ പൂച്ചെണ്ടുകളായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുക. പ്രബോധനത്തിൻ്റെ വീതിയിലുള്ള പരിഹാസങ്ങൾ പൂമാലകളായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുക. പ്രബോധനത്തിൻ്റെ വീതിയിലുള്ള കല്ലേറുകൾ അനുമോദനങ്ങളും പ്രശംസകളുമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രബോധനത്തിൻ്റെ വീതിയിൽ അടിയുറച്ചു നിൽക്കുവാനും
ഈ പ്രബോധനത്തിൻ്റെ വീതിയിൽ വരുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നെഞ്ചിലേറ്റുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നിൻ്റെ പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ കാലിടറാതെ, മനസ്സിടറാതെ, കണ്ടമിടറാതെ റബ്ബേ പിടിച്ചു നിൽക്കാനുള്ള ഭാഗ്യവും സ്ഥൈര്യവും ധൈര്യവും അല്ലാഹ് നമുക്ക് നീ നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മരിക്കാൻ പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിൻ്റെ ഏകത്വത്തിൻ്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.